ഹായ് ഹലോ എവരി വൺ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. രാവിലെ എണീറ്റ വശം തന്നെ ഇവിടെ പുറത്ത് വന്നിട്ട് ഇരിക്കട്ടോ. ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയല്ല. പുറത്ത് വന്നപ്പോൾ ഒരു സമാധാനമുണ്ട്. അപ്പോൾ ഇക്കടെ വീട്ടിലത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. രാവിലെ മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾ ചോറാണ് ആദ്യം വെക്കാറ്. പത്തിരി ഇല്ലാത്ത ദിവസങ്ങളിൽ ചോറ് വെക്കും. പത്തിരി ആണെങ്കിൽ ആദ്യം പത്തിരി ചുട്ടതിന് ശേഷമാണ് ചോറ് വെക്കുക. കാരണം നല്ല വേവുള്ള അരിയാണ്. ഒരു നേരം ഇട്ട് കഴിഞ്ഞാൽ ഒരു നേരമാണ് ആവാറ്. ഇതാവുമ്പോൾ അരി ഇട്ട് കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ പണികൾക്കൊക്കെ പോവാം. അത് അവിടെ കിടന്ന് ആയിക്കോളും. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയാൽ മതി. നമ്മൾ പുറത്തുള്ള അടുക്കളയിലാണ് കേട്ടോ ചോറ് വെക്കാറ്. അവിടെയാണ് നമ്മൾ അടുപ്പ് കത്തിക്കാറ്. അകത്ത് അടുപ്പ് കത്തിക്കാറില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഉമ്മയും ബാബയും അവിടെ കടികളും കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഉമ്മ അതവിടെ സാമ്പാർ റെഡിയാക്കുന്നുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ തന്നെ ബാബി ഇഡ്ഡലി സെറ്റാക്കുന്നുണ്ട്. നമുക്കിവിടെ നേരത്തെ തന്നെ ചായം കടിയാവണം. കാരണം ഉപ്പയും എൻ്റെ ഹസ്ബൻഡും നേരത്തെ ഷോപ്പിൽ പോവും. അതുകൊണ്ട് ഇവിടെ നേരത്തെ എന്തായാലും ചായം കടിയാവണം. അവർ ചായ കുടിച്ചിട്ടാണ് പോവാറ്. പിന്നെ ഞാൻ വേഗം പോയിട്ട് ചട്നിക്കുള്ള തേങ്ങ ഒക്കെ ചിരകി ചട്നി റെഡിയാക്കുകയാണ്. ഇനി നമുക്കൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കാനുണ്ട്. അതിലേക്കുള്ള തക്കാളിയും സവാളൊക്കെ ബാബി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ ആ ചമ്മന്തി റെഡിയാക്കി എടുക്കുകയാണ്. ഇവിടെ ഇഡ്ഡലിക്കായാലും ദോശക്കായാലും ഈ 3 കറികൾ നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചമ്മന്തിക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടാണ്. അപ്പോഴേക്കും ഇത് ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പാക്കുള്ള ചായയൊക്കെ വെച്ച് കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് എന്തായി ചോറിൻ്റെ അവസ്ഥ എന്നറിയാൻ വേണ്ടി വന്ന് നോക്കിയപ്പോഴാണ് അടുപ്പിൽ തീയൊന്നും കാണാനില്ല. പിന്നെ രണ്ടാമതും തീയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് കത്തിച്ച് കൊടുത്ത് ഇനി നമുക്ക് ഇക്കാനെ വിളിക്കാൻ വേണ്ടി പോവാം. ആൾക്ക് ഡ്യൂട്ടിക്ക് പോകാൻ ടൈം അയക്കണ്. എണീച്ചിട്ടില്ല ഇതുവരെ. വന്ന് ചോദിച്ചപ്പോഴാണ് പറയണത് ഇന്ന് ലീവാണ്, ഇന്ന് പോണില്ല എന്നാണ് പറയണത്. ഇനി കുറച്ച് അലക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് അലക്കിയിട്ട് വരാം. ആകെ കുറച്ചുള്ളൂ കേട്ടോ. പക്ഷെ അലക്കാൻ വേണ്ടി പോയപ്പോഴാണ് അലക്കണ കല്ലിൻ്റെ അവിടെ ക്യൂ ആണ്. കാരണം ബാബി അവിടെ ഓൾറെഡി അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അലക്കാനായിട്ട്. ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം കേട്ടോ. വെക്കേഷനായിട്ട് സുഖമായിട്ട് ഇരുന്ന് കാറ്റും കൊണ്ടിട്ട് വീഡിയോസൊക്കെ ഇരുന്ന് കാണുകയാണ്. ആൾ കുറച്ച് ഷേ ആണ് കേട്ടോ വീഡിയോസിലൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും അലക്കാൻ ഇപ്പോൾ പറ്റില്ല. അപ്പോൾ അവനെ കുറച്ച് ബുദ്ധിമുട്ടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അവൻ വീഡിയോ കാണുന്നതിനൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബാബിയുടെ അലക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അലക്കാൻ വേണ്ടി പോയി. പക്ഷെ ഞാൻ അലക്കുന്നതിന് മുമ്പ് ഇപ്പോൾ തൊട്ടിട്ട് ചെയ്യാറുള്ളൊരു കാര്യമാണ്, നമ്മൾ കിളികൾക്കും കാക്കകൾക്കൊക്കെ ഞാൻ എന്നും വെള്ളം വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ വെച്ച് കൊടുത്ത വെള്ളമാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് പുതിയ വെള്ളം വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഈ ചൂട് നമുക്ക് തന്നെ സഹിക്കാൻ പറ്റണില്ല. പിന്നെ അവരെ കാര്യം പറയണം. വെള്ളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതൊരു ഉപകാരമാവുമല്ലോ. അങ്ങനെ അവർക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് ഞാൻ പെട്ടെന്ന് തന്നെ അലക്കിയെടുത്തിട്ടാണ്. കാരണം അലക്കുകല്ലിൻ്റെ അവിടെ നല്ല വെയിൽ വരും. അപ്പോൾ വെയിൽ വരുന്നതിന് മുന്നേ അലക്കിയെടുത്തില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഫുൾ തലവേദന ആയിട്ട് കിടക്കേണ്ടി വരും. അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മളെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ വേഗം ഊറ്റിയെടുത്തിട്ട് വേണം നമുക്ക് ചായ കുടിക്കാൻ പോവാൻ. അഫ്ല ഇതോടെ ചായ കുടിക്കാനുള്ള തന്ത്രപ്പാടിലൊക്കെയാണ്. ആൾക്ക് ആരും എടുത്തു കൊടുക്കൊന്നും വേണ്ട, അവൻ ഒറ്റയ്ക്ക് തന്നെ എടുത്ത് കഴിക്കും. ഇവിടെ ഇടയ്ക്കൊക്കെയാണ് ഇഡ്ഡലി ദോശ അങ്ങനത്തെ കടികളൊക്കെ ഉണ്ടാവുള്ളൂ. മിക്കവാറും ദിവസങ്ങളിൽ പത്തിരി തന്നെയായിരിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഐഷു വന്നിട്ടില്ല. ഐഷു മദ്രസയിൽ പോയിക്കാണ്. ആൾ കുറച്ച് ലേറ്റ് ആവും വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചായയോട് കഴിഞ്ഞപ്പോൾ പിന്നെ മീൻ പൊരിക്കാനുള്ള മസാലയൊക്കെ സെറ്റാക്കി വെച്ച്. ഇവിടെ സാമ്പാറുള്ള ദിവസം മീൻ കറി വെക്കാറില്ല. നമ്മൾ സാമ്പാറൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിക്കാം. മീൻ മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അടി തൊട കാര്യങ്ങളിലേക്ക് ഞാനും ബാബി ഇറങ്ങിയിട്ടാണ്. ഞാൻ അടിച്ചു വാരി ഇടുമ്പോഴേക്കും ബാബി തുടച്ച് വരുന്നുണ്ടാവും. അതിനിടയിൽ ഒരാൾ ക്യാമറയ്ക്ക് മുന്നിൽ കയ്യും കലാശമൊക്കെ കാണിക്കുന്നുണ്ട്. വേറെ ആരുമില്ല, നമ്മൾ ഐഷുവാണ്. അവളാണെങ്കിൽ മേത്ത് മുഴുവൻ എണ്ണ തേച്ചിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് അവളെ കാണിക്കാനായിട്ട് പറ്റുന്നില്ല. അവളെ പുറത്തും ഷോൾഡറിൻ്റെ അവിടെയൊക്കെ നിറച്ചും ചൂടൂരും കേട്ടോ. അപ്പോൾ അവൻ നല്ല ചൊറിച്ചിലാണ്. അങ്ങനെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഫ്രഷ് ആവാൻ വേണ്ടി പോയി. ഫ്രഷായി കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം നമുക്ക് മീൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മളിവിടെ ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. വേറെ ഒന്നുമല്ല, മീൻ പൊരിച്ചെടുക്കണം. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഉച്ച വരെയുള്ള ഡ്യൂട്ടികളൊക്കെ കഴിഞ്ഞിട്ടാണ്. ഞാൻ ആദ്യം കുളിക്കണ മുന്നേ തന്നെ മീനൊക്കെ പൊരിച്ച് വെച്ചായിരുന്നു. ഇപ്പോൾ ഞാൻ ആ സിസ്റ്റം മാറ്റി. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആയതിൻ്റെ ശേഷമാണ് മീനൊക്കെ പൊരിക്കാൻ വേണ്ടി വരിക.
അങ്ങനെ നമ്മൾ മീനൊക്കെ പൊരിച്ചെടുത്തതിന് സാമ്പാറും മീൻ പൊരിച്ചതും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് വേണം ചോറ് പിടുത്തം പിടിച്ചൊന്ന് കിടന്നുറങ്ങാൻ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ, സീ യു.